ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കാറിന്റെ കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കീ കാണിക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കാറിന്റെ കീ ഉണ്ട്, പിന്നെ സർവീസ് ബുക്ക്, പിന്നെ RC ബുക്കിന്റെ ഒരു കോപ്പി ഉണ്ട്. ഇത്ര സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വണ്ടിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഫസ്റ്റ് ഓണർ നമ്മുടെ ഇവിടുത്തെ ഉള്ളൊരു പുള്ളി, അത് കഴിഞ്ഞ് അച്ഛൻ, പിന്നീട് ഈ സിബിൻ MP എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് മേടിച്ചിട്ടുള്ളത്. പുള്ളി മൂന്നാമത്തെ RC ഓണറാണ്. അപ്പോൾ ഈ വണ്ടി കിട്ടുമോ ഇല്ലേ എന്നുള്ളതിന് യാതൊരു ചാൻസും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ആ വണ്ടി റീടെസ്റ്റ് ചെയ്തിട്ടില്ല. 2000-ലാണ് വണ്ടി മാനുഫാക്ചർ ചെയ്ത് ഡെലിവറി ചെയ്തേക്കുന്നത്. അപ്പോൾ 2015-ലാണ് റീടെസ്റ്റിന്റെ ഡേറ്റ്. പക്ഷെ അതിന് ചെയ്തിട്ടില്ല. ഇപ്പോൾ 2026-ആയി. ഇപ്പൊ മൂന്നാമത്തെ ടെസ്റ്റ് ചെയ്യേണ്ട സമയമായി. അപ്പൊ ഇതുവരെ ഒരു ടെസ്റ്റ് പോലും ആ വണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ വണ്ടി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 90% വണ്ടി കിട്ടാതിരിക്കാനാണ് ചാൻസ്. പിന്നെ ഒരു 10% ഉണ്ട്, ചിലപ്പോൾ എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ കിട്ടും അല്ലേ. അത് മാത്രമേ ഉള്ളൂ. വലിയ പ്രതീക്ഷ ഉണ്ടെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഈ വണ്ടി ഒരു വട്ടം പോലും ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടൊരു പ്രതീക്ഷ എനിക്കില്ല. നമുക്കൊന്ന് തപ്പി നോക്കാം. ഇത് ഒത്തിരി ദൂരം ഒന്നും പോകണ്ട. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 55-60 കിലോമീറ്ററിനകത്തുള്ള ഒരു സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് ചുള്ളിക്കാട്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. മേ ബി അത് മിക്കവാറും അത് സ്ക്രാപ്പിന് പോകാനാണ് സാധ്യത കൂടുതൽ അല്ലേ. കാരണം ഒന്നാമത്തെ കാര്യം, ആ വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ്. ഇത് ആക്രിക്ക് കൊടുത്താൽ നല്ല വില കിട്ടും. അതുകൊണ്ട് ചിലപ്പോൾ അത് ആക്രിക്ക് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ എവിടെയെങ്കിലും അനാഥപ്രദമായിട്ട് റോഡ് സൈഡിലോ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോ എന്തെങ്കിലും കേസിൽ വിട്ട് പോലീസ് സ്റ്റേഷനിലായാലും ആയി. ഒന്നും പറയാൻ പറ്റത്തില്ല. സ്റ്റേഷനിലായാലും പിന്നെ ഒന്നും നോക്കില്ല, കഴിഞ്ഞു. പിന്നെ അല്ലാതെ ആ വണ്ടി എങ്ങനെയെങ്കിലും അവിടെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പണിയാം. താക്കോലില്ലാതെ ഒരു വണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം. പോവാച്ചാ, നമ്മള് കൊടുത്ത വണ്ടിയാ, അതെ, വിറ്റ വണ്ടിയാണ്. അവര് താക്കോല് വരണം ഇനി. താക്കോലില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മള് വണ്ടി ഉണ്ടോ എന്ന് നോക്കട്ടെ. വണ്ടി ഉണ്ടോ? അതെ, എത്ര പ്രതീക്ഷ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ചിലപ്പോ ആ വീട്ടിൽ ചിലപ്പോ കണ്ടാലോ, ചിലപ്പോ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും, അറിഞ്ഞൂടാ. എന്തായാലും ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ. അതെ, പോയി നോക്കട്ടെ. പോയി നോക്കിട്ട് പ്രാർത്ഥിക്കും. കിട്ടുമെന്ന് നോക്കാം. കിട്ടുമെങ്കിൽ ഒരു നല്ലതായിരിക്കും അല്ലേ. നമുക്ക് അതിൽ പോവാ, കുരുക്ഷേത്ര കാണാൻ. പോയൊരു സാധനം തിരിച്ചു ഇല്ലേ. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒറ്റ സാധനങ്ങൾ തിരിച്ചു മേടിച്ചിട്ടില്ല. പക്ഷെ ഈ വണ്ടി കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ, നല്ല രീതിക്ക് ആഗ്രഹമുണ്ട്. എടുക്കച്ചാ വണ്ടി. ഇതെങ്ങനെ മനസ്സിൽ കിടക്കുമ്പോഴേ ഒരു സമാധാനമില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് അറിഞ്ഞാ ഓക്കെ. അപ്പൊ കുറ്റ പോറ്റപ്പന്നാ ഗൈസ്, നമ്മുടെ താറും പണിക്ക് കയറ്റിയിട്ടുണ്ട്. അതിന് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഇപ്പൊ വണ്ടിപ്പണിയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അച്ഛൻ്റെ JCBന്റെ പണി കഴിഞ്ഞപ്പോ പിന്നെ മൊത്തം എനിക്ക് പണി. പോട്ടെ ചേട്ടാ, അപ്പുക്കുറ്റ പോനെ ചാച്ചാ, ഇവിടെ പോവാ, ബൈ. എവിടെ എന്തൊരു വെയിലാണ്, ഭയങ്കര വെയില്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഈ സ്ഥലം വന്നിട്ട് ചുള്ളിക്കാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. നമ്മുടെ ഇത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം ജില്ലയിലാണ് കേട്ടോ. ഭയങ്കര ഇംഗ്ലീഷൊക്കെ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വണ്ടി പണിയാണ്. താറും പണിക്ക് പറ്റിയിരിക്കുകയാണ്. അതിന്റെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ പോയി. അച്ഛൻ രാവിലെ വണ്ടി കൊണ്ടിട്ട് പിന്നെ കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നു. മൊത്തം തുരുമ്പിടിച്ചേട്ടാ. ഞാൻ ഇനി പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് വേണമെങ്കിൽ ഒന്ന് വർക്ക്ഷോപ്പിൽ ഇറങ്ങിയിട്ട് അതിന്റെ ഒരു അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഗൈസ്, തുരുമ്പ് വെള്ളം ഇറങ്ങി, അതാണ് പ്രശ്നമായത്. അച്ഛാ, ഈ വർക്ക്ഷോപ്പിലൊക്കെ നമുക്ക് നോക്കി നോക്കി പോവാൻ കേട്ടോ അല്ലേ. പിന്നെ എവിടെങ്കിലൊക്കെ കാണും വർക്ക്ഷോപ്പിൽ. ഉരുട്ടിക്കൊണ്ട് പോകാൻ വയ്യാത്തോണ്ട് ഇവിടെ കളഞ്ഞിട്ടൊക്കെ പോവും. അവിടെ നമ്മള് വരുന്ന വഴിയെല്ലാം നോക്കി കേട്ടോ വരുന്നത്. നമ്മള് എത്താറായിട്ടില്ല, ഇനി ഒരു 10-15 കിലോമീറ്റർ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലം കുറച്ച് മാറിപ്പോയിട്ട്, ചുള്ളിക്കാടല്ല, ചുള്ളിമാനൂരാണ്. ചുള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ട്രിവാൻഡ്രത്ത്. ഇതും ട്രിവാൻഡ്രം ആണ്, പക്ഷെ ചുള്ളിമാനൂരാണ് സ്ഥലം. നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി റോഡിന്റെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കി പോവാട്ടോ, ഇൻ കേസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്.
പക്ഷെ ചിലപ്പം പണ്ട് എവിടെങ്കിലും വെച്ച് കണ്ടാലും അറിയത്തില്ല, നമ്പർ പറഞ്ഞു പോയില്ല. ഇവിടെ കുറെ ബൈക്കിന്റെ തോന്നുന്നു, എവിടെ എവിടെയെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട്. പോട്ട് കിട്ടിയ നമുക്ക് ഓൾ ഇന്ത്യ അടിക്കാം അതിനകത്ത്. വെറൈറ്റി ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്പെയർ ഒക്കെ കിട്ടുമായിരിക്കും. തപ്പിയ തമിഴ്നാട്ടിൽ ഇവിടെ ഒക്കെ പൊളിക്കുന്നു. പക്ഷെ റൂട്ടെ നിർത്തിയാന്നോ പോണെ. അല്ല അതങ്ങനെ പോവാ. ഇനി അങ്ങോട്ട് അടുത്ത് അപ്പൊ നമ്മള് വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി പോവാ. മിക്കവാറും ചിലപ്പോ അറിയാൻ പറ്റൂല, ഒരു വീട്ടുകാര് ചിലപ്പോ ഉരുട്ടാൻ പോയാത്തോണ്ട് ഉരുട്ടി വർക്ക്ഷോപ്പിലായി. ഞാൻ ഒരു യുനോ കാറൊക്കെ റോഡെ ഓടുന്ന കണ്ടിട്ട് വർഷങ്ങളായി കേട്ടോ. ഉണ്ടാ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് തപ്പി നോക്കാം. നമ്മൾ എത്താറായിട്ടില്ല കേട്ടോ. എനിക്ക് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ കൂടെ ഉണ്ട്. തപ്പി നോക്കാം, ചിലപ്പോ കിട്ടട്ടെ. ആ ഒരു ടെൻഷൻ അങ്ങ് മാറി കിട്ടില്ലോ അല്ലേ? പോയി അന്വേഷിച്ച് നോക്കുമ്പോഴത്തേന് അത് പോയി പറഞ്ഞ ഓക്കെ, അത് വിട്ട് ഇത് കൊടുത്തെന്ന് പറഞ്ഞ പിന്നെ നോക്കണ്ട. ടാറ്റ കിടക്കുന്നൊക്കെ ഉറങ്ങി കിടക്കുന്ന ഓരോന്നൊക്കെ. അതിന്റെ അകത്ത് കുറെ വണ്ടി അവിടെ ഒരു വർഷാപ്പ്. ആനാട് താഴ്ന്നമല ആനാട്. പുള്ളിയുടെ പേരും അഡ്രസ്സും മാത്രമേ ഉള്ളൂ. ചേട്ടാ ഈ താഴ്ന്നമല ആ നേരെയാ ഈ സെബിൻ MP എന്ന് പറഞ്ഞിട്ടൊരു ആണോ? ശരി. അല്ല പുള്ളിയുടെ ഇൻഷല MP. ശരി. പുള്ളി വിചാരിച്ചേ ഈ സെബിൻ എന്ന് പറയുന്നത് MP ആണ്. എന്റെ അടുത്ത് പറയാ ഇവിടുത്തെ MP ആരാണോ എന്ന് തോന്നുന്നു. അയ്യോ, ഇത് ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. ഈ താഴ്ന്നമല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ആണ് ഇനി അടുത്ത ടാസ്ക്. ഓ, ഈ അഡ്രസ്സ് തപ്പുന്നതാരും കുറച്ച് പാടാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു വീട്ടുപേരും ഉണ്ട്. തപ്പം നോക്കാം. ചേട്ടാ ഈ താഴ്ന്നമല ഇടത്തോട്ടാ? ശരി. ഓ ശരി, താങ്ക് യു. നേരെ പോയിട്ട് ആ ബസ് കിടക്കുന്ന അവിടെ ഇല്ലേ, അവിടുന്ന് ഇടത്തോട്ട്. അത് ഉയരത്തിലല്ലേ സാധാരണ മല? താഴ്ന്ന മല അത് പിന്നെ മലയല്ലല്ലോ, കുഴിയല്ലേ. പേരിൽ തന്നെ ഒരു ചുറ്റ്. ഇതെന്താ വഴി നിർത്തിയിട്ടേക്കുവാണോ? അത് ഓഫായെന്ന് തോന്നുന്നു. ഇനി തള്ളണോ? ഇതുവഴി തന്നെ പൂട്ട്. താഴ്ന്ന മല പൊക്കത്തിലാണല്ലോ ഇച്ചിരി. വലിയ പൊക്കം ഇല്ലാത്തോണ്ടായിരിക്കും. വലിയ പൊക്കം ഇല്ലാത്ത താഴ്ന്ന ഒരു മല. അതാണ് സ്ഥലപ്പേരുള്ള കേട്ടോ, താഴ്ന്ന മല. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വീട് ചോദിക്കാം. എനിക്കൊന്ന് ഇങ്ങോട്ടല്ല ഹൗസ് നമ്പർ ഉള്ള വീടാ. അടുത്തടുത്ത് തുറന്നേ. പുള്ളിയുടെ ചേട്ടന്റെ വീടാ ഇത്. സെബിൻ. നോക്കട്ടെ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം കേട്ടോ. ഇത് പുള്ളീന്റെ ചേട്ടന്റെ വീടാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയി ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചാൽ ഒരു ഹാഷ് കളർ വണ്ടിയില്ലേ അത്. പറഞ്ഞ അതെ, ആ ഒരു ഹാഷ് കളർ വണ്ടിയാണ്. ഫ്രണ്ട് അങ്ങോട്ട് കയറ്റിയാൽ മതി. അപ്പോൾ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ചടങ്ങ് അവിടുന്ന് വരുവാണോ വണ്ടി തപ്പി പറഞ്ഞു പോകുന്നു പറഞ്ഞു. അങ്ങനെ പുള്ളീൻ്റെ നമ്പർ കിട്ടി. നമുക്കൊന്ന് എന്തായാലും വിളിച്ച് ചോദിക്കാം കേട്ടോ. ഇത് പുള്ളി കുടുംബ വീട്ടില്ല, പക്ഷെ ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിച്ചപ്പോൾ കറക്റ്റ് അറിയാം വണ്ടി ഇവിടെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ. വിളിക്കട്ടെ അച്ഛൻ, ഒന്ന് വിളിക്കാം. കോൾ എടുക്കുന്നില്ലല്ലോ. ഹലോ. ചേട്ടാ, എൻ്റെ പേര് പ്രണവ് എന്നാണേ. ഒരു വണ്ടി അന്വേഷിച്ച് വന്നതാ. ചേട്ടൻ്റെ ഒരു ഹാഷ് കളർ യുനോ ഉള്ളത് അറിയായിരുന്നു. അത് ഞങ്ങളുടെ അച്ഛൻ്റെ ആയിരുന്നു കേട്ടോ. അല്ല, ഞാൻ ആ വണ്ടി ഒന്ന് തപ്പി ഇറങ്ങിയതാ. ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഞാനൊന്നൊരു. ആണോ? ഒത്തിരി വർഷമായോ? അപ്പൊ ഞാൻ അത്രയായല്ലേ? ആരാണോ വാങ്ങിച്ചതെന്ന് വലിയ പിടിയില്ല. ഞാൻ വീട്ടിലില്ലായിരുന്ന സമയത്താണ് കൊടുത്തത്. അവര് ആണോ? അങ്ങനെ എന്തോ സ്പെയർ പാർട്സ് ആക്കാൻ എന്തോ വാങ്ങിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു. അയ്യോ, പാർട്സ് ആക്കാനായിരുന്നോ? അവരെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഓ,
അപ്പൊ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു നമ്പർ പ്ലേറ്റ് മാത്രം കിട്ടി വണ്ടീന്റെ. അപ്പൊ ഞാൻ നമ്പരൊക്കെ വെച്ച് നോക്കിയപ്പോ ചേട്ടന്റെ പേരിലാണ് വണ്ടി. ഇപ്പോഴും എന്റെ പേര് തന്നെ. ഇപ്പഴും ചേട്ടന്റെ പേരിലാണ് വണ്ടി. RC മാറിയിട്ടില്ല. അല്ല ഇപ്പൊ വണ്ടി എങ്ങനെയാണ്? വണ്ടി ആ ഇത് റിന്യൂ ചെയ്തിട്ടുണ്ടോ അവര്? ഇല്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി റീടെസ്റ്റ് സംഭവം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും അത് സ്ക്രാപ്പിൽ പോയിട്ടുണ്ട്. അപ്പൊ അവര് പൊളിക്കുമെന്നാണ് പറഞ്ഞത്. പൊളിക്കുമെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചോണ്ട് പോയത്. അതെന്തായാലും പേപ്പർ മുടക്കമായി. അപ്പോഴാണെന്നോളം അവര് കൊണ്ടുപോയത്. അല്ല 15 വർഷത്തിലല്ലേ ടെസ്റ്റ്. അപ്പൊ ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല. അപ്പോഴെനിക്ക് തോന്നിയത് എന്നാലും ഇവിടെ അടുത്ത, ഞാൻ ഇവിടെ ചടയമംഗലത്താ. അപ്പൊ ഒന്ന് തിരക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ചേട്ടന്റെ വീട്ടിലാ വന്നത് ആദ്യം. അഡ്രസ് ചേട്ടന്റെ പേരിലെ വണ്ടി, അതുകൊണ്ട് ഇപ്പോഴും അഡ്രസ് കിടക്കുവാ ഇവിടുത്തെ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നമ്പർ എടുത്ത് ചേട്ടനെ വിളിച്ചതാ. ആണോ? ഡോക്യുമെന്റ്സ് എന്തെങ്കിലും കാണുമല്ലോ ചേട്ടാ? ഡോക്യുമെന്റ്സ് എന്തെങ്കിലും, കരാർ എന്തെങ്കിലും എഴുതി മേടിച്ചു കാണുമല്ലോ? നോക്കണം കാര്യം. ഞാൻ അതിനുശേഷമൊക്കെ വാങ്ങിച്ചതിന്റെ കരാറൊക്കെ എന്റെ ഉണ്ട്. പക്ഷെ ഇത് സംഭവം ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്താണ് അത് കൊടുത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഈ നമ്പർ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ ഏട്ടാ, ശരി 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 ശരി. ഓക്കെ. അച്ഛാ വണ്ടി കിട്ടില്ല. അറിയണ്ട. അല്ല എനിക്കത് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ സാധനം സ്ക്രാപ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചാൻസ് ഭയങ്കര കൂടുതലാണ്. പുള്ളി നാട്ടിൽ ഇല്ലായിരുന്ന സമയത്താണ് വണ്ടി എടുത്ത് കൊടുത്തത്. പക്ഷെ പുള്ളി ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ RC റദ്ദാക്കിയിട്ട് വേണം വണ്ടി പൊളിക്കാനായാലും എന്ത് കാര്യത്തിനായാലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഇല്ലെങ്കിൽ RC റദ്ദാക്കണം. അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എഴുതി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അതിനുള്ള സംഭവങ്ങൾ. അല്ലാതെ ചുമ്മാ ഒരു വണ്ടി എടുത്താൽ കൊടുക്കരുത്. ഇവൻ പോയിട്ട് വല്ല കന്നന്തിരിവും കാണിച്ചാൽ RC ബുക്ക് ഇപ്പോഴും പുള്ളിയുടെ പേരില്ല. പുള്ളിക്കേ വള്ളി വരും. ആ വണ്ടി ഇനി തപ്പിപ്പോയിട്ട് കാര്യമില്ല. അത് സ്ക്രാപ്പിൽ പോയി കഴിഞ്ഞു. അത് പുള്ളി സ്ക്രാപ്പിൽ കൊടുത്തിട്ട് 10 വർഷമായി. പിന്നെ അതിന്റെ പുറകെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഫൈനലി തേഞ്ഞു. പിന്നെ വണ്ടിന്റെ കീ മാത്രമുണ്ട് എന്റെ കയ്യിൽ. തെറ്റിക്കട്ടെ, ഓർമ്മയ്ക്ക്. RC ബുക്കിന്റെ കോപ്പിയും വന്ന് നമ്പരൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ എടുത്തില്ലേ. പുള്ളിയുടെ ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ നിർത്തിയത്. കുടുംബ വീട് അല്ല, പുള്ളി താമസിക്കുന്നത് പാങ്ങോടാ. കുടുംബ വീട് അതാണ് ഈ അഡ്രസ്. അല്ലല്ല, കുടുംബ വീട് അവിടെയാണ് പുള്ളി താമസിക്കുന്നത്. പക്ഷെ പുള്ളി കൊടുത്തേക്കുന്ന അഡ്രസ് ഇവിടുത്തെ. എന്തായാലും ഒരു രസം ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാൻ കിട്ടുമോ ഇല്ലെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു തൊല ഉണ്ടായിരുന്നു. അങ്ങ് പോയി. ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിൽ വന്നു കേട്ടോ. വേണ്ട കിടക്കുന്ന വെച്ചാ വണ്ടി ദേക്കോ മൊത്തം പൊളിച്ചടുക്കി. ടാർപ്പൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് ഭാഗം തുരുമ്പോൾ നമുക്ക് ഈ ഒരു ബീഡിങ് മൊത്തം തുരുമ്പാണ്. ഇതുണ്ട് ഇവിടെയൊക്കെ പൊത്തേ കൈ കൊണ്ടാ മുറിയും. അതിനകത്തെ സീറ്റും പിന്നെ ഈ ഡോറും ഇതെല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. കളഞ്ഞില്ല, മാറ്റി വെച്ച്. അതേ ഇരിക്കുന്ന വെച്ചാൽ ഡോറ്, ബാക്കിലത്തെ ഡോറ്. എൻ്റെ ഗ്ലാസ്സൊക്കെ മാറണം കേട്ടോ, മൊത്തം പോയായിരുന്നു. അതുകൊണ്ട് ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ തുരുമ്പുള്ളത്. പീസ് മൊത്തം പോയി തുരുമ്പിച്ച് കണ്ടോ. സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി കിട്ടി ആണ് ഇപ്പൊ വരും. പിന്നെ എന്തൊരു തോന്നുന്നു അമ്മയ്ക്ക്. അതവിടെ ഒതുക്കിയിട്ടുണ്ട് തോന്നുന്നു. അവിടെ ഇല്ല. എന്തിനാ പോയിട്ട് വണ്ടി പുള്ളിയുടെ വീട്ടിൽ പോയില്ല, പുള്ളിയുടെ ചേട്ടന്റെ വീട്ടിൽ പോയി. ഞങ്ങൾ അന്വേഷിച്ച് ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ വണ്ടി നിർത്തി. ഒരു പുള്ളി എടുത്ത് ചോദിച്ചു, ആ ചേട്ടന്റെ വീടാ, അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. മറ്റവരെവിടെ താമസിക്കുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞു. സിൽവർ കളർ ആ വണ്ടിയാണെന്ന് വെച്ച് പറഞ്ഞു. ആ വണ്ടിയാന്ന് പറഞ്ഞു. നമ്പർ തരാൻ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേന് ഈ പുള്ളി ഗൾഫിലായിരുന്നു. അങ്ങനെ ഒരു 10 കൊല്ലം മുമ്പേ പുള്ളിയുടെ വൈഫ് എങ്ങാണ്ട് പുള്ളി ഇവിടെ ഇല്ലാത്ത സമയത്ത് അങ്ങനെ പുള്ളിയുടെ വൈഫ് എടുത്ത് ആഗ്രഹക്കാർക്ക് കൊടുത്ത് വണ്ടി ഇങ്ങനെ ഓടാതെ അവരെടുത്ത് 10 വർഷം മുന്നേ എടുത്ത് കൊടുത്ത്. പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും അറിയാൻ പോയി. വല്ല എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിക്കണ്ട. ആക്രിക്ക് കൊടുത്തെങ്കിൽ പിന്നെ എന്തുവാ ഒന്നുമില്ല, അത് പോയി. 10 വർഷം മുന്നേ. പക്ഷെ എനിക്കൊരു എവിടെ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പോയി തിരക്കി പോയി സംസാരിച്ചല്ലോ. CAD ദാസനും വിജയനും. ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിച്ചപ്പോഴേ തോന്നി, സൗണ്ട് കേട്ടപ്പോഴേ തോന്നി പാണ്ടി മുട്ടായി തിന്നു. വണ്ടി കിട്ടിയില്ല, മുട്ടായി ഉള്ളത്. എന്തായാലും അത്രേ ഉള്ളു നമ്മുടെ വണ്ടി സെർച്ചിങ് അല്ലേ കഴിഞ്ഞായിട്ട്. അച്ഛന് വിഷമമുണ്ടോ?
കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സത്യം. അതുവരെ ഒരു ഇതും ഇല്ലായിരുന്നു ഇതിനെപ്പറ്റി. ആ പാക്ക് വിളിച്ചോണ്ട് ഞാനത് വിട്ടായിരുന്നേ. എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇതായത് അറിയാമോ, അതിന്റെ താക്കോല് കിട്ടി, അതാ അതിന്റെ ബുക്കും പേപ്പറും അതും ഇത് സർവീസ് ഹിസ്റ്ററിയുടെ ബുക്കും എല്ലാം കിട്ടിയപ്പോഴത്തേക്ക് മനസ്സിൽ എവിടേക്കും ലഡു പൊട്ടി. ഇനി ഇതിന്റെ ഒരു സ്വാഹം ഉണ്ടാവുന്നതല്ല. അതെ, ഈ സീരീസ് ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. അത്രയുള്ള എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ, ടാറ്റ.